ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നല്ല മഴയല്ലേ, അപ്പോൾ നമുക്ക് വൈകുന്നേരം കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള സ്നാക്സ് റെഡിയാക്കി എടുത്താലോ. ഈസി ആയിട്ട് എളുപ്പത്തിൽ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്കെങ്ങനെ ഈ സ്നാക്സ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 1/2 kg വെളുത്ത കടല എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് തലേദിവസം രാത്രി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് നമുക്ക് വെള്ളമൊക്കെ ഒന്ന് ഊറ്റി മാറ്റാട്ടോ. അപ്പോൾ 1/2 kg കടല നമുക്ക് കുതിർന്ന് വരുമ്പം ഒരു കൂടുതലായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. നിങ്ങൾക്ക് 1/4 kg വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുതിർന്ന് വരുമ്പം കുറച്ച് കൂടുതലാവുമല്ലോ. കടല വെച്ചിട്ടുള്ള കുറേ റെസിപ്പീസുകൾ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്നാക്സായിട്ടും അതുപോലെ എന്താ പറയുക കറിയായിട്ടും അങ്ങനെ കുറേ റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ഫാസ്റ്റ് കുക്ക് ആൻഡ് വ്ലോഗ് കടല റെസിപ്പീന്നോ അല്ലെങ്കിൽ റെസിപ്പീസെന്നോ അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ റെസിപ്പി കിട്ടും കേട്ടോ. ഇല്ലെങ്കിൽ എൻ്റെ ചാനലിൽ പോയി എല്ലാ വീഡിയോസും കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പരിപാടി തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിനായിട്ട് ആവശ്യത്തിന് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഓണിയൻ ചോപ്പറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മിക്സിയിലും ചെയ്തെടുക്കാം കേട്ടോ. മിക്സിയുടെ ജാർ വെച്ചിട്ടും ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് എടുത്തതേ ഉള്ളൂ. അപ്പോൾ മിക്സിയുടെ ജാറിൽ ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇത് നമുക്ക് എടുത്തു മാറ്റി കടല ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലാണ് ഞാൻ ചെയ്തെടുക്കുന്നുള്ളത്. അപ്പോൾ ഇത് കുറച്ച് ചെറുതായതുകൊണ്ട് 2-3 പ്രാവശ്യമായിട്ട് ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്നൊന്ന് കാണാം കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസൊക്കെ വേണം കേട്ടോ. അപ്പോൾ അതൊന്ന് ഞാൻ വേറെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ അത് അരിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള പച്ചമുളക് എടുക്കുക. പിന്നെ ഒരു ചെറുനാരങ്ങ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വെക്കുക കേട്ടോ. ഇനി പച്ചമുളക് ഇതുപോലെ വലുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇനി ഒരു പിടിയോളം മല്ലിയില എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ മല്ലിയിലയും പിന്നെ കുറച്ച് പുതിനയിലയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കട്ട് ചെയ്തിട്ട് വെക്കുക. പിന്നെ ഒരു വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്താൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്നൊന്ന് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച കടല കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലേക്കും കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്താൽ മതി. 2-3 പ്രാവശ്യമായിട്ട് അങ്ങനെ അരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1/4 ഭാഗത്തോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ച സവാളയിൽ നിന്നും കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നേരത്തെ എല്ലാ ഐറ്റംസും കട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അത് ഓരോന്നായിട്ടും ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുക. നമുക്ക് കുറച്ച് പേരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ 1/4 kg കടല എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിൽ തന്നെ കുറേ ആകുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെനിക്ക് പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. വെളുത്തുള്ളിയും തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 8 അല്ലി വെളുത്തുള്ളിയോളം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്നും കുറച്ച് ഇതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ചെറുനാരങ്ങ നീര് ഒന്ന് പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളമൊന്നും ചേർക്കാതെയാണ് നമ്മൾ ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടി പോകുന്നുള്ളത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊന്ന് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണോളം ചിക്കൻ മസാല പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി മൊത്തത്തിലൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അരയാൻ നല്ല പോലെ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ആദ്യത്തേത് ഞാൻ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിന് കേട്ടോ. അപ്പോൾ ആദ്യത്തേത് ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തതും കൂടി അരച്ചെടുക്കുക. അപ്പോൾ രണ്ടാമത്തത് അരച്ചെടുക്കുമ്പം ഇതുപോലെ ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക കേട്ടോ. ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ ഇട്ട് നേരത്തെ അരച്ചതുപോലെ 2 പ്രാവശ്യം നല്ല ഫൈനായിട്ട് അരച്ചിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തത് ഇതുപോലെ ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുത്ത് എല്ലാം കൂടി മൊത്തത്തിലൊന്ന്
കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് കുഴച്ചെടുക്കുക. ഉപ്പ് നമ്മൾ നേരത്തെ ഒന്നും ചേർത്ത് കൊടുക്കാത്തതുകൊണ്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നല്ലപോലെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കാത്തതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ വെള്ളം മറ്റോ ആയിപ്പോയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കുറച്ച് കട്ടിയായിട്ട് കിട്ടും. ഈ ഒരു രീതിക്ക് ഉരുളകളാക്കാൻ കഴിയുന്ന ഇത്രയും നനവ് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. എന്നിട്ട് ഓരോരോ ഉരുളകളാക്കി ഇതുപോലെ തിളച്ച എണ്ണയിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ. ഇല്ലെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗം വെന്തിട്ടില്ല. അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ഇത് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പുറം ഭാഗം മൊരിഞ്ഞ് വരുമല്ലോ, അപ്പോൾ ഉൾഭാഗം വേവില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള വൈകുന്നേരമൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള നല്ല എന്താ പറയുക കടല വെച്ചിട്ടുള്ള സ്നാക്സ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ആക്കി നോക്ക്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആക്കാൻ മറക്കല്ലേ. നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ അതൊന്ന് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ അടുത്ത നല്ല നല്ല കുക്കിങ്ങും വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.